ഹലോ, നമ്മളിതാ കാസർഗോഡ് നിന്ന് ഇറങ്ങാണ്. മോളെ ശബ്ദം കുറയ്ക്കൂ. നമ്മൾ കാസർഗോഡ് നിന്ന് ഇറങ്ങാണ്. കാസർഗോഡ് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗൈസ്, ഇവിടെ നിന്ന് ഒരാൾ കളിയാക്കുന്നുണ്ട്. ഈ തള്ളനെ എന്ന് കൊല്ലും. ഏത്? അതെ. ഓ അല്ലല്ല, വെയിറ്റ് ആൻഡ് സീ. നമ്മുടെ ഒരു അവിടെ നിന്ന് ലേറ്റ് കളില്ല. നമ്മുടെ ഒരു അടിപൊളി ഇവിടെ വയ്ക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ ഒരു അടിപൊളി റീൽ ഇറങ്ങുന്നുണ്ട്. മറ്റേ ഞാൻ പറയുന്നില്ല. അതെ, പാട്ട് പറയുന്നില്ല. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണോ അതോ ഇതും തന്നെ ഇടും? നാളെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഈശ്വര, സ്നേഹിച്ചി വേറെ കുറച്ചൊക്കെ ഭർത്താവിന്റെ പേരിലാവുന്നുണ്ട്. പിന്നെ ഇപ്പൊ എന്റെ കൂടെ സൂപ്പർ. ഞാനല്ലേ രാജ്യത്ത് വീണ്ടും വരും എന്നുള്ള അവസ്ഥയാണ്. അപ്പൊ ഞങ്ങളുടെ കുറച്ച് ദൂരെയും നമ്മള് കാസർഗോഡ് എന്താ ഫുഡ്? ഞാൻ ആദ്യമായിട്ട് കാസർഗോഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫുഡ്. ആ ടേസ്റ്റ്, ആ മുറുക്കിന്റെ സംഭവം നോക്കട്ടാ. ഇന്നലെ മേടിച്ച മുറുക്കില് എന്താ മസാല ഇടുക. അത് ഈ മുളക് പൊടി മറ്റേ സംഭവം ചക്ലി എന്നാണ് പറയാ. ചക്ലി സാധനം ഇവര് തുറന്നത് നശിപ്പിച്ച്. നമ്മള് ആ ഒരു ബിസ്ക്കറ്റ് ഒക്കെ, ഓറിയോ ബിസ്ക്കറ്റ്, ഞാൻ എന്റെ ബുദ്ധിക്ക് കളിച്ചു. എനിക്ക് ബിസ്ക്കറ്റ് ഒക്കെ മേടിച്ചു ട്രെയിനിൽ കൊണ്ടുവന്നു. അപ്പൊ അയാളെ അങ്ങനെ ഉദ്ദേശിക്കൂ ഞാൻ. നിങ്ങൾക്ക് കല്യാണം ഉടനെ ഉണ്ടാകുന്നതാണ്. കല്യാണത്തിന് മുന്നേ റൂമിൽ അപ്പൊ നമ്മുടെ മോനുക്ക മറ്റേ മേരിക്കുണ്ട് കുഞ്ഞാട്ടില് ബിജു മേനനാവും പോയി കാണാം. കുളിക്ക് കുറെ സമയം കൊണ്ടാണ് മോനുക്ക ചെയ്തത്. അപ്പൊ നമ്മളിവിടെ ഇറങ്ങിയിട്ട് കോഴിക്കോട് പോകണം അല്ലേ? കോഴിക്കോട് ടൈം ഉണ്ടെങ്കിൽ നമ്മള് ഭർത്താവും അവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. വായ ബിസ്ക്കറ്റ് തിന്നിട്ട് എന്താ അവസ്ഥ? വിശക്കുണ്ട് മോളെ. 12 മണിയായി. 9 മണിയോ 12 മണി? 12 മണിയാണോ? എന്താ മുനക്കൊരു ഛർദിക്കും. മോനുക്കരാണ് കേസ്. തുമ്മണോ? ചുമക്കിയ പഠിപ്പിക്കാൻ. അപ്പൊ കോഴിക്കോട് പോയിട്ട് പോകണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. അതെ, ഒരാൾ ബാംഗ്ലൂർ പോയിട്ട് എന്നോട് വീഡിയോ കോൾ ചെയ്യാം, ഡ്രസ്സ് എടുത്ത് തരാം, ഡ്രസ്സ് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചറിയോ? മിനിങ്ങി കൗപ്പീന എന്നൊക്കെ പറയണില്ല ഞാൻ. അപ്പൊ എന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കണം. നിങ്ങൾ എല്ലാവരും ഇവിടെ സപ്പോർട്ട് ചെയ്യണം. വായന കേട്ട് കഴിച്ചു ഞാൻ ആദ്യമായിട്ട്. അതുകൊണ്ട് പോട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളി ഫുഡല്ലേ? ചക്ലി ഇന്നലെ വന്ന പൈസ ഞാൻ വ്ളോഗിലിട്ടുണ്ട്. എത്ര യൂസായി കഴിഞ്ഞു. നമ്മളിവിടെ എടുക്കുക എങ്ങനെ നിൽക്കുമ്പോഴേക്കും ഇവിടെ ഇട്ട് കഴിഞ്ഞു. ഫസ്റ്റ് ആണ് സായിച്ചേട്ടൻ ഫസ്റ്റ് എടുത്ത് സായിച്ചേട്ടൻ ഇടാറുണ്ട്. ഇപ്പൊ ഞാൻ മറ്റേ സായിച്ചേട്ടൻ ഞാൻ ആദ്യം നിന്നുള്ളതില്. പക്ഷെ അങ്ങനെ ഇടും ആദ്യം. ഇടും വേഗം ഇടും. പക്ഷെ ഇപ്പൊ വ്ളോഗാരി എടുക്കാത്തോണ്ട് ഇടാറില്ല. നന്ദനസി ഉണ്ടാവുമ്പോ പിന്നെ അങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ പല്ലിമിരി. സായിച്ചേട്ടന്റെ പറഞ്ഞോ അത് എഴുതി വെച്ചത് സ്നേഹിച്ചാണോ? എന്താ ചെയ്യാ? സ്നേഹിച്ചിക്ക് എന്തോ ഇഷ്ടമാണ് എന്നോട്. അപ്പൊ മോനിക്കയുടെ ഇവിടുത്തെ പ്രസംഗം കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ്. മോനിക്ക അസലായിട്ട് ഇവിടെ ഒരു ഇനോഗ്രേഷൻ വരേണ്ട ഒരു കഥ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെ സായിച്ചേട്ടൻ എന്റെ മുടി ഭയങ്കരമായിട്ട് പഞ്ഞു പോലെ. സായിച്ചേട്ടൻ ഇതാ കാറിലിരുന്ന് കാർ പുറപ്പെടിച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കായിരുന്നു. അരിയണ്ണൻ വീഡിയോ എടുത്ത് കഴിഞ്ഞു. അരിക്കുട്ടൻ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ? എന്തായിരുന്നു ഇന്ന് വീഡിയോയുടെ വിഷയം? സത്യാണോ അത്? സത്യാണെങ്കിൽ ഞാൻ പോലീസിൽ നിങ്ങളുള്ള വീഡിയോയില് മറ്റേ എന്റെ ഉണ്ണിയേട്ടനെ പറ്റി പറയാറുള്ളത്. പുള്ളി പറ, പുള്ളി പേര് പറയും. എനിക്ക് ഞാൻ ഉണ്ണിയാളെ എനിക്കറിയാം. ഉണ്ണിയപ്പം അറിയാം, ഉണ്ണി അറിയാം, എന്റെ ഉണ്ണി മൂന്തൻ അങ്ങനെ പുള്ളി പറയാ. അല്ല നാട്ടിലുള്ള ഉണ്ണിക്കുട്ടനല്ല. ഓക്കെ ഗൈസ്, പിന്നെ പറയാം ബാക്കി. കാറിൽ കയറട്ടെ. ഞാൻ കാറിൽ കയറിയിട്ട് ബാക്കി ഇനി ഉണ്ണി മൂന്നതിനെ പറ്റിയിട്ട്. എനിക്ക് ഉണ്ണിയേട്ടനെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആളെ പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്. എന്താ 2 കിലോമീറ്റർ. അപ്പൊ ഗൈസ്, നമ്മൾ വന്നത് അടക്കളയിൽ കൂടിയാണ്. നമ്മൾ വൃത്തി ഉണ്ടോ നോക്കിയിട്ടാണ് ഈ ഹോട്ടലിൽ കയറിയത്. കുഴപ്പമില്ല. ബംഗാളികൾ 2 കൊള്ളാം. ഓക്കെ ഓക്കെ ശരി. ഡിഗ്രാണ്ടിനി പറഞ്ഞിട്ടാണ് അതുപോലെ ഞാൻ ചെയ്യാം. ഓക്കെ മോനുക്ക. അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി വന്നു.
ഫിഷ് എങ്ങനെയുണ്ട്? അങ്ങനെ ഫുഡ് അടിച്ച് ക്ഷീണിച്ച് ഉറക്കം വരുന്നു. വരുന്നുണ്ട് പക്ഷെ കുറച്ചു നേരം വണ്ടിയിൽ പോയിരുന്ന് ഉറങ്ങാം. ഇന്നലെ എവിടുന്നോ ദുബായിൽ നിന്നോ വണ്ടിപ്പരിപ്പ് മേടിച്ച് സഹായിച്ചാലും കൊടുക്കും. എവിടത്തെയാ? എവിടുന്ന ഓഫീസിൽ നിന്ന് കിട്ടിയതാണ്. എന്നിട്ട് കൊറേ നേരമായി ചോദിക്കിട്ട് തരുമോ ആ സഹായിച്ചാടെ എറന്നിറന്ന് ചോദിച്ചു രാവിലെ തൊട്ട്. പക്ഷെ ഒരാൾ തരുന്നേ ഇല്ല. എന്തൊക്കെയോ പൊളിക്കുന്നുണ്ട് കൈസൂടെ. ഓഫീസിൽ നിന്ന് എന്നിട്ടത് ബാഗാ ഡ്രസ്സാ തുറന്ന് കാണിക്കുന്നൊക്കെ ഉണ്ട്. ആരുടെ സ്വർണ്ണപ്പറ്റി ഇതിലൂടെ കൂട്ടം കൂടി സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. കാതൽ ബായ് ഉണ്ട്, മൊയ്നിക്കുണ്ട്, അരിയണ്ണ ഉണ്ട്. അരിയണ്ണ നിൽക്കണണ്ട. അരിയണ്ണ എന്റെ ആറ്റിറ്റ്യൂഡ് കണ്ട അരിയണ്ണ ആരാന്ന വിചാരം. കുത്തിരിക്കാണ് കാറിൽ. ബാഗ് ഇറങ്ങി ഓടി കാറിൽ പൊക്കോളൂ. ബാക്ക് എന്തിറങ്ങിയിരിക്കുന്നു ആൾക്കാരെ വക. ഓടി കാറിൽ പോണോ വളിയാ? ഇല്ലട അണ്ടിപ്പരിപ്പെടുക്ക് സ്നേഹേ. അണ്ടിപ്പരിപ്പെടുക്ക് ഇങ്ങടെ വന്നിരിക്കുന്ന സ്നേഹമോൾക്ക് എപ്പോഴും ഡ്രസ് എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. എവിടേക്ക് വന്നിരിക്കാണ്? മെറാക്കി കാസർഗോഡുള്ള മെറാക്കിലേക്ക് വന്നിരിക്കാണല്ലേ. നല്ല കോസ്റ്റ്യൂംസ് ആണല്ലേ, രസമുണ്ട് കാണാൻ. ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. നമ്മുടെ കാതർബായി എൻ്റെ അങ്ങോട്ട് കൊണ്ടുവന്നത് അടിപൊളി കോസ്റ്റ്യൂംസ് ആട്ടോ. നല്ല ഭംഗിയുടെ ചുരിദാർസ് ഒക്കെ കാണാൻ. ഡ്രസ്സുകളല്ല ഡ്രസ് ഞങ്ങൾ പോകുന്ന വഴി കറക്റ്റുമായി. അതെ മറ്റേ കൊറേട്ട പോലെ ഞാൻ നിൽക്കുന്നുണ്ട്. സ്നേഹിച്ച് പിന്നെ കുഴപ്പമില്ല. എനിക്ക് കൊറേട്ട പോലെ അയ്യോ എനിക്ക് എല്ലാവരും എന്ത് രസം പിന്നെ ഇതെനിക്ക് ഷേപ്പിന് കറക്റ്റാവും. അപ്പൊ അതല്ലേ അടുത്ത ഡ്രസ് പിന്നെ രണ്ട് ആണോ? എന്നാ ഞാൻ കൊടുത്തേട്ടോ. എന്നാ അടുത്ത എടുത്തിട്ടോ ഞാൻ. നമ്മൾ വീണ്ടും രണ്ടാമത്തെ കോസ്റ്റ്യൂം ഇട്ടും. നല്ല കളറാട്ടോ, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ഇറ്റ് ഷെയ്ഡ്. സ്നേഹമോളോടെ തെരഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മളൊരു മൂന്നാമത്തെ ഷെയ്ഡ് എടുത്തു. പക്ഷെ ഇതൊരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. വൈൻ കളർ പോലത്തെ ഷെയ്ഡാണ്. നല്ല ഷെയ്ഡാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു നല്ല കളറായിരുന്നു. പക്ഷേ കുറെ പേരുടെ അഭിപ്രായം മനസ്സിലുണ്ട്. ഓക്കെ ഞാൻ ഈ കളറിലേക്ക് പോകാൻ നോക്കട്ടെ. കേട്ടോ ഓക്കെ ഇട്ടോക്കിട്ട് കാണാം ഗൈസ്. ഇതാ അവസാനം ഞാൻ ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കെട്ടുന്ന മോഡലാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്. ഐ ലൈക്ക് ഇറ്റ്. എങ്ങനെയുണ്ട് മെറാക്കി? അടിപൊളി കളക്ഷൻസ് ആണ്. അതിന്റെ കാതറിക്ക് അങ്ങനെ വിളിച്ചോ? കാതൽ ബായനെ കൊണ്ടുവന്നപ്പോ ഞാൻ വിചാരിച്ചു അധികം കളക്ഷൻസ് ഒന്നും ഉണ്ടാവില്ലെന്ന്. പക്ഷെ എന്നെ ഞെട്ടിക്ക്. ഞാൻ കുറെ കൺഫ്യൂഷൻ ആയിരുന്നു. ലാസ്റ്റ് കാതറിക്ക അതെടുത്തോ മോനിക്ക് അതെടുത്തോ സ്നേഹ ചേച്ചി ലാസ്റ്റ് ഭ്രാന്താക്കിയിട്ട് ലാസ്റ്റ് ഞാൻ വേറൊരു കളർ എടുത്തു. ഇവർക്ക് ഇഷ്ടപ്പെട്ടു, ചേച്ചിമാർക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ എടുത്തു. ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഈ ഷെയ്ഡിൽ ഇതുപോലത്തെ വർക്കൊക്കെ തന്നെ അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊന്നും ചേച്ചി ഇത് വാഷ് ചെയ്ത് അങ്ങനത്തെ കംപ്ലൈന്റ് ഒന്നും വരില്ല അല്ലേ? മെഷീൻ വാഷ് ഒക്കെ പറ്റുമോ? ഡ്രൈ ക്ലീൻ അങ്ങനെയാണല്ലേ? ആണല്ലോ. എല്ലാ കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ചേച്ചിമാരാണിത്. കാസർഗോഡ് എവിടെ ചേച്ചി ലൊക്കേഷൻ പറഞ്ഞോ? അപ്പൊ ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഇവരുടെ വീഡിയോ കൊളാബ് ചെയ്തിടുമ്പോൾ ഇത് കാണാം. ഓക്കെ അടിപൊളി കളക്ഷൻസ് ആണ്. കാസർഗോഡ് എല്ലാവരും ഓടിപ്പോന്നോ. കാസർഗോഡുള്ളവർ മാത്രമല്ല, കണ്ണൂരും കോഴിക്കോടും എല്ലാവരും പോന്നോട്ടെ. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു അല്ലേ സ്നേഹമോൾ? കഴിഞ്ഞു നമ്മുടെ ഷോപ്പ് മെറാക്കി ഷോപ്പ്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് ഞാൻ എടുത്താൽ. നിങ്ങൾ കമന്റ് ചെയ്യല്ലോ. ഞാൻ പറഞ്ഞു തോന്നുന്നത് വീഡിയോയിൽ ഞാൻ എടുക്കുന്ന ഡ്രസ്സ് ഏതാന്നുള്ളത്. ആ കളർ ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ തൃശ്ശൂർ പോകണം. ഇപ്പൊ കാസർഗോഡ് നിന്ന് ഇറങ്ങുന്നുള്ളൂ. എങ്ങനെ തൃശ്ശൂർ എത്തുന്നു എനിക്കൊരു ഐഡിയ ഇല്ല. കാതൽ ബൈ പോവാണോ? അടിപൊളി. കാതൽ ബൈ പോവാണോ? എനിക്ക് അതേപോലെ അതിൽ വരുന്നുള്ളൂ ഫുൾ ടൈം. ഇപ്പൊ കാതൽന്ന് എന്താ ചെയ്യാ, സ്നേഹം കൊണ്ട് ഇങ്ങനത്തെ ഈ കോട്ട് എന്തെങ്കിലും ഉണ്ട്. ഇങ്ങനത്തെ ഈ ഷർട്ട്. ഹലോ മിസ്റ്റർ മോനുക്ക. സത്യം കണ്ടാ എന്തായാലും നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ നോക്കുമ്പോ ആകാശത്തിന്റെ വ്യൂ. നിങ്ങളല്ല ആകാശത്തിന്റെ വ്യൂ. ഞാൻ പറ കാതൽ ബൈ. എന്തായാലും ഇത്രയും അടിപൊളി പ്രോഗ്രാം തന്നതിനും എല്ലാത്തിനും താങ്ക് യു കാതൽ ബൈയോട്. ഡാൻസ് കളിക്കാൻ എന്നോട് ഫുള്ളാ മീര ചേച്ചി കൊടുക്കേണ്ട ആൾക്ക് അയാൾ നമ്പറും തരാൻ. മൊയ്നുക്ക അത്രയും കൃത്യമായി ഇടപെട്ടത് കൊണ്ട് ഇന്നിവിടെ നന്ദനുണ്ട്.
അതെ നന്ദനയുടെ ആരാധകർക്ക് വിഷമമായില്ല. നന്ദന പൊളിച്ചില്ല, വന്ന് ഡാൻസ് ഒക്കെ കളിച്ചു. നല്ല പറഞ്ഞുകൊടുക്കോ. സൂപ്പർ ആയില്ലേ? അരിയണ്ണൻ അവിടെ അരി പറക്കൊണ്ടിരിക്കുകയാണ്. ബാക്ക് എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിക്കലെന്ന് പണി. എടുത്തില്ലേ? കൃത്യനിഷ്ഠതാണ്. കൃത്യനിഷ്ഠത ആ വീഡിയോ ഡ്രോപ്പ് ചെയ്ത് തന്നില്ലേ? തന്നു. അപ്പൊ ഗൈസ് നമ്മളിത് ബെൻസ് കഴിച്ചോണ്ടിരിക്കുകയാണ്. കാസർഗോഡിലെ ബെൻസ് അല്ലേ ഇത്? അടുത്ത ബെൻസും കിട്ടിയിട്ടുണ്ട്. ബെൻസ് കൊള്ളാൻ മോളെ പൊളിസാനം. ബെൻസ് ബെൻസ് വേറൊരു കാരണോ ഉദ്ദേശം? അടിപൊളിയാണ്. ഓർ മധുരല്ല, സൂപ്പർ. സായിജനാണ് നമുക്ക് ബെൻസ് റെക്കമെൻഡ് ചെയ്തത്. കിക്കിന്റെ പേരിലോ അല്ലെങ്കിൽ നമ്മൾ 3 പേരിൽ ആരുടെയും പേരിലൊക്കെ എടുക്കണം. മേപ്പൂട്ട് നോക്കട്ടെ. അപ്പൊ അത് ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഈ ഒരു കാര്യം ചെയ്യേ. അപ്പൊ ഗൈസ് കുറെ നാളത്തെ എന്റെ ആഗ്രഹമായിരുന്നു ഒറിജിനൽ ആയിട്ടുള്ളത് ക്രീം ബണ്ണ് കഴിക്കുന്നത്. ഞാൻ കഴിച്ചിട്ടുണ്ട്, അതൊക്കെ മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. എന്തൊക്കെയോ ഹണി കേക്കിന്റെ യെസ്, ഹണി കേക്കിന്റെ കാഞ്ഞങ്ങാട് നിന്ന് വാങ്ങിച്ചാണ്. അതിൽ ന്യൂട്രല ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും വേറെ ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് ഈ ഒരു സാധനം. ഇതാണ് അടിപൊളി ബട്ടർ ബൺ. അടിപൊളി സാധനമാണ്. അടിപൊളി സാധനമാണ്. ഇതാ എത്ര നമ്മൾ അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണാൻ കൊള്ളാം അല്ലേ? നല്ല അടിപൊളിയാണ്. അടിപൊളി സാധനം. നോക്കട്ടെ. അങ്ങോട്ട് പൊട്ടി ഒളിച്ചിരിക്കണേ. അടിപൊളി. അതിന്റെ ക്രീമൊക്കെ ഇങ്ങനെ ടേസ്റ്റാ. നൈസ്. കൂട നീട്ടി മഞ്ജുരാഗവീണയിൽ അഞ്ജനങ്ങൾ എഴുതിക്കും പൊമ്പുലരിയിൽ മഞ്ഞുമഴ മുത്തുമണി അണിയിക്കും മെല്ലെ 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 തന്നെ പോണേ. പോന്നിടും. മനസ്സിലായില്ലേ കാറില് എത്ര സഹിച്ച പോണ്. മനസ്സിലായി. വല്ല വിഷമം കൊഴപ്പില്ല, സഹിച്ചോളൂ. ഇനി അങ്ങോട്ട് ആടിക്കോളൂ. ഞാന് സായിക്ക് എത്ര വട്ടം പ്രേമിക്കുമ്പോ ഈ പാട്ട് പാടി കൊടുത്തിട്ടുണ്ടോ? അന്നൊക്കെ ഞാൻ ബോധം കെട്ടു. അല്ല അന്നൊക്കെ ഞാൻ ബോധം കെട്ടു. കാറ് ഓടിക്കണോണ്ടാണ് ശരിക്കും നടക്കണത്. രാത്രി കുറെ നേരം സംസാരിക്കുമ്പോഴേ ഒന്ന് പാട്ട് പാടി തരാം. പാട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഇറങ്ങും. ഇതൊക്കെ കേൾക്കാൻ ഉറങ്ങാറില്ല. ഇതൊക്കെ കേട്ട് ചെവി രാവിലെ ആകുമ്പോഴത്തേക്ക് പൊട്ടിപ്പോ. വയ്യ എനിക്ക് ചിരിക്കാൻ. ഹലോ, ഇതാ നമ്മളിതാ വീണ്ടും കോഴിക്കോട് എത്തി. അപ്പോൾ കോഴിക്കോട് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയേക്കാണ്. ഞാൻ ഇവിടുന്ന് 1:40 എനിക്കൊരു ബസ്സുണ്ട്. ഇവര് മലപ്പുറത്ത് പോവും, ഞാൻ തൃശ്ശൂരും പോവും. ഞാൻ എത്രത് 5 മണിയാവും തോന്നുന്നുണ്ട്. ഇവിടെ ഒരാൾ മൊബൈലിൽ നോക്കിയിരിക്കുകയാണ്. എക്സ്ക്യൂസ് മീ ലേഡി. പറയൂ. പറയാനൊന്നുമില്ല, ശരി ബൈ. ഇവിടെ മോനിക്ക ഉമ്മേനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അരിയണ്ണൻ അരി വാങ്ങാൻ റേഷൻ കടയിൽ പോയി നോക്കുന്നുണ്ട്. ഇത് നിൽക്കുന്നു അരിയണ്ണൻ കൂട്ടുപോയിട്ടിട്ട്. കണ്ടില്ലേ? അരിച്ചേട്ടാ തിരക്കിലാണോ? ഞാമുണ്ടോ? എന്താന്ന്? രാത്രിത്തെ മ്യാമുണ്ടേ? മ്യാമുണ്ടാൻ വേണ്ടിട്ട് പോവാണ്. രാത്രിയിലത്തെ മ്യാമുവാ. ഞാൻ വരെയൊക്കെ പറഞ്ഞു ചില സ്ഥലങ്ങളിലെ ഫുഡൊക്കെ ഉണ്ട്, വരാൻ പറഞ്ഞപ്പോ ചിലർക്കൊന്നും പറ്റുന്നില്ല. പ്രത്യേക സാഹചര്യത്തിൽ ചിലർ എന്നെ ഞങ്ങളെ ഒരു ഇട്ടിക്ക് വിളിക്കുന്നില്ല. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് കാണാം. നമുക്ക് നേരെ പോവാം. വേണ്ടല്ലോ. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ലൈഫാണ്. അതെ. സ്കൂള് ഇന്റർവെല് കിട്ടുമ്പോഴും സ്കൂള് കട്ട് ചെയ്ത് നമ്മൾ വീട്ടിൽ വരുന്ന സമയത്ത് കണ്ടവന്റെ പറമ്പിലെ മാങ്ങയാണ് ഏറ്റവും ലക്ഷ്യം. നമ്മളത് കല്ലെറിഞ്ഞ് മാങ്ങ കഴിച്ചു, എന്നിട്ട് കല്ലിലിടിച്ച് ഉപ്പും മുളകും കൂട്ടി കഴിച്ചൊരു കാലമുണ്ട്. അത് ഞങ്ങളിവിടെ റീക്രിയേറ്റ് ചെയ്യുക. നാടൻ ഷാപ്പിലെ മോഡ മാങ്ങ കണ്ടിരുന്നത്. വയലെള്ളം വരുന്നുണ്ട്. എന്റെ വയൽ കപ്പൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റ് കാര്യം. എന്നാലും അതുകൊണ്ടിരിക്കാൻ
കണ്ടാ വീട്ടിലെ മാങ്ങ വരുന്നിട്ടില്ലേ സൂപ്പറാണെങ്കിൽ ഇവർ കഴിച്ചോട്ടെ കഴിക്കും മുനുക വെളിച്ചെണ്ണയൊക്കെ മിക്സ് ഒന്നാണല്ലേ ജോസ് കഴി ജോസ് വേണ്ട ഇതെന്ത് ചേട്ടാ ഇതെന്താ സംഭവം? ചൂണ്ടക്കാരൻ കൊഞ്ച്. ഓക്കെ, നമ്മളെ തോടിന്റെ സൈഡിൽ എന്തോ സ്റ്റോറി ഉണ്ടെന്നാട്ടെ ചേട്ടൻ പറഞ്ഞോണേ, പറയൂ ചേട്ടാ. തോടിന്റെ സൈഡിൽ നമ്മൾ കൽക്കട്ട് കിട്ടും. അവിടെയാണ് ഈ ചെമ്മീൻ കയറിയിരിക്കുന്നത്, കൽക്കട്ടിന്റെ ഇടയ്ക്ക്. അപ്പൊ ഈ ചെമ്മീനെ പുറത്തിറക്കാൻ വേണ്ടി നമ്മൾ തേങ്ങാപ്പീര ഇടും. തേങ്ങാപ്പീര ഇടുമ്പോൾ ഈ ചെമ്മീൻ ഇത് കണ്ട് ഇറങ്ങി വരും. അപ്പൊ മുപ്പല്ലി എന്ന് പറയുന്ന സാധനമുണ്ട്, മീനെ കുത്തിയെടുക്കണേ 3 തവണ. അതിനെ കുത്തിയെടുത്താണ് വേണ്ടിയത്. പിന്നെ പണ്ടൊക്കെ ഞങ്ങളൊക്കെ അവിടെ നാട്ടിൽ ചെയ്തോണ്ടിരുന്ന ഓല പച്ചയിറക്കില്ലേ, അത് ഊരാക്കൊടുക്കെടുക്കും. ഈ ചെമ്മീൻ ഇറങ്ങി വരുമ്പോൾ ജസ്റ്റ് തലയെ പിടിച്ച് വെക്കെടുക്കും. അങ്ങനെയാണ് ചൂണ്ടക്കാരൻ. ചൂണ്ടക്കാരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊഞ്ച്, അതാണ് ചൂണ്ടക്കാരൻ കൊഞ്ച്. അടിപൊളി. ഈ ചൂണ്ടക്കാരൻ ചെമ്മീൻ എന്ന് പറഞ്ഞ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു മയോണൈസ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതങ്ങനെ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു തരും. അങ്ങനെ കഴിക്കുമ്പോൾ എൻ്റെ പൊന്നോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ വയലൊക്കെ ഇങ്ങനെ ഇപ്പോഴും അതിൻ്റെ വെള്ളം വരുന്നുണ്ട്. ഇപ്പം എന്നെ ചൂണ്ടക്കാരി എന്ന് അവരെന്നെ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിയാക്കിയിട്ട്. അപ്പം ഞാൻ സായിച്ചേട്ടനെ ചൂണ്ടക്കാരനെ വിളിച്ചിട്ട് അങ്ങനെ കളിയാക്കുന്നുണ്ട്. സായിച്ചേട്ടൻ അത് ഇഷ്ടമായി തോന്നുന്നുണ്ട് കേട്ടോ. സായിച്ചേട്ടൻ കുറേ അത് കഴിക്കുന്നുണ്ടായിരുന്നു. ആ സാധനം നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. ഇതാണ് നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ ചിക്കന. ഇതെന്തോ അവരുടെ വെറൈറ്റി സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ പേര് പക്ഷേ ഞാൻ മറന്നുപോയി. അത് മോനിക്കയ്ക്ക് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സായിച്ചേട്ടന് വേറെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് മോനിക്കയ്ക്ക് പറഞ്ഞപ്പോൾ ഇവർ 4 ഗ്ലാസ് കൊണ്ടുവച്ചു. ടേസ്റ്റുള്ള സംഭവമായിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അങ്ങനെ മധുരം അധികം കഴിക്കാറില്ല. നല്ലോണം മണ്ണ വെച്ചുകൊണ്ട് ഞാൻ മധുരം കുറച്ചേക്കാണ്. പക്ഷേ ഇത് ചെയ്യണം കാണാനൊക്കെ നല്ല രസമുണ്ട്. പാത്രം മുകളിൽ പോയി കൊട്ടുന്നു. നമ്മൾ പാത്രമൊക്കെ ഇങ്ങനെ അടിക്കില്ലേ കൊറോണ സമയത്ത്, മറ്റേ മോദിജി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പാത്രങ്ങൾ കൊണ്ട് ഇങ്ങനെ അടിച്ച കൊറോണ പോകുന്നൊക്കെ, അതുപോലെ ഈ ചേട്ടൻ പാത്രം കൊണ്ട് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. ആ കുപ്പിയിലേക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു. എന്തൊക്കെയോ മിക്സ് ആയിട്ടുള്ളത്, എന്തൊക്കെയോ ടേസ്റ്റ്. സംഭവം അടിപൊളിയായിരുന്നു. ആ ചെറിയ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് കുടിക്കുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും ഒഴിച്ചു തരും കേട്ടോ. നല്ല ക്വാണ്ടിറ്റിയുള്ള സംഭവമാണ്. മോനിക്കും സ്നേഹിച്ചി സായിച്ചാണ് ഞാനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു സാധനം ഇങ്ങോട്ട് റെഡി ആയിട്ട് ഇങ്ങോട്ട് വരാനായിട്ട്. നല്ല അടിപൊളി സാധനമായിരുന്നു ഗൈസ്, രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് സെർവ് ചെയ്ത് നമ്മളിത് കുടിച്ച് വരെ കഴിഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലെത്തുമ്പോഴും എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും വായന്ന് പോകുന്നില്ല. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഫുഡ്. നമ്മളിത് കഴിച്ചത് കോഴിക്കോട് ഷാപ്പിൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലുള്ള റെസ്റ്റോറൻറ്റാണ്. അവിടെ നിന്നായിരുന്നു ഇതൊക്കെ കുടിച്ചതും കഴിച്ചതും എല്ലാം വയറ് നിറഞ്ഞതും. എന്നിട്ട് ഇങ്ങനെ മോനിക്കൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മോനിക്ക് ആ സംഭവം എന്നൊക്കെ. മോനിക്ക് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും നമുക്ക് മനസ്സും വയറൊക്കെ നിറഞ്ഞു കഴിച്ചിറങ്ങിയപ്പോൾ. പക്ഷേ ബസ്സിലിരുന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വയറ് തുറന്നിട്ട്. അപ്പോൾ നമുക്ക് അത്രയും സ്നേഹത്തോട് കൂടിയിട്ട് അവർക്ക് ഫുഡൊക്കെ തന്നത്. സ്പെഷ്യൽ ടേസ്റ്റ് എന്താണെന്ന് പറയാൻ കഴിയും. അടിപൊളി. ഇത് പിന്നെ വേറൊരു വെറൈറ്റി സാധനമായിരുന്നു കേട്ടോ. പഴവും പപ്പടവും എന്തോ പാലൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു, അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കി തരുന്ന സംഭവമാണ്. പാലൊക്കെ ഒഴിച്ച ചേട്ടൻ മറ്റേ കോലൊക്കെ എടുത്ത് ഇങ്ങനെ കോലല്ല കയ്യിലെടുത്ത് ഇങ്ങനെ കുത്തുന്നുണ്ട്.
അതിൻ്റെ പപ്പടത്തിൻ്റെ ഒക്കെ ശബ്ദങ്ങൾ നമുക്ക് ആ പപ്പടം പൊട്ടണതിൻ്റെ ഒരു ഇതൊക്കെ നമുക്ക് കേൾക്കാം. നല്ല അടിപൊളി സാധനമായിരുന്നു. ഇപ്പോഴും എൻ്റെ വായിലിങ്ങനെ കപ്പലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. മധുരത്തിലിങ്ങനെ കുളിച്ച് നിൽക്കായിരുന്നു. ആ സെർവ് ചെയ്യണ കാണാൻ തന്നെ ആ റൗണ്ടിൽ ഇലയിൽ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗിയും ആ ടേസ്റ്റൊക്കെ നമുക്ക് ആ കാണുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുമല്ലോ. അത്രയും നല്ല ടേസ്റ്റുള്ള സംഭവമായിരുന്നു. സൂപ്പർ, എനിക്കിഷ്ടപ്പെട്ടു. ഷാപ്പ് റെസ്റ്റോറൻറ്റ് ഇനി ഞാൻ വരുന്നു പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇവിടുന്ന് ഇവരെ മലപ്പുറത്തുനിന്ന് എന്താ മോനിക്ക് അവിടെ ഒരാളെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. എന്താ മോനിക്ക് അത്രക്കാരനെ ഇവിടുന്ന് പോവാണ്. അപ്പൊ ദാ മോനിക്കുണ്ട് ഒന്നും മേടിക്കണ്ട, അത് എക്സ്ക്ലൂസീവ് കൊടുക്കാനാണ്. ആ എക്സ്ക്ലൂസീവ്. അതെ. ഇപ്പൊ അപ്പൊ നമ്മള് പോവാണല്ലേ. അപ്പൊ ഞാൻ ഇവിടുന്ന് ബസ് കയറി പോവാണ്. ബൈ ബൈ ഗായ്സ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഫുഡാണ്, ഫുഡ് മെയിനായി ഇഷ്ടപ്പെടും. എനിക്ക് അരി വാങ്ങട്ടെ മിണ്ടല്ലേട്ടാ. അല്ല വേണമെങ്കിൽ ഞാൻ പറയാം, അരി മേടിക്കാനുള്ള കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഗൈസ് ബൈ.